തങ്ങളുടെ ആയുധ കലവറ ഇന്ത്യക്ക് മുന്നിൽ തുറന്നുകൊടുത്ത ഇസ്രായേൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ 8.6 ബില്യൺ കോടി ഡോളറിന്റെ ആയുധ ഇടപാടുകൾക്കായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധങ്ങളൊക്കെയും ഇന്ത്യക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് ഇസ്രായേലിന്റെ ഏറ്റവും ആധുനികമായ ഗോൾഡൻ ഹൊറൈസൺ എന്ന ബങ്കർ ബസ്റ്റർ മിസൈൽ, അതായത് ഏത് പർവ്വതങ്ങളെയും തുരക്കാനും തകർക്കാനും ശേഷിയുള്ള മിസൈൽ. ആ മിസൈൽ ഇസ്രായേലിന് മാത്രമാണ് ലോകത്ത് സ്വന്തമായുള്ളത്. ആ മിസൈൽ ലോകത്ത് മറ്റൊരു രാജ്യത്തിന് ആദ്യമായി കൈമാറാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ആ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒപ്പിടുന്ന പ്രധാന കരാറുകളിലൊന്നായിരിക്കും ഗോൾഡൻ ഹൊറൈസൺ മിസൈലിന്റെ കൈമാറ്റം എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോൾഡൻ ഹൊറൈസൺ ബങ്കർ ബസ്റ്റർ മിസൈൽ ഇന്ത്യക്ക് കൈവന്നാൽ അത് ഇന്ത്യയുടെ വ്യോമശക്തിയെ 10 മടങ്ങായി വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചൂട്ടായിരിക്കും ഗോൾഡൻ ഹൊറൈസൺ മിസൈൽ. ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്ന പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള പർവ്വതങ്ങൾക്കുള്ളിലെ വലിയ തുരങ്കങ്ങളിലാണ്. ആ തുരങ്കങ്ങളെല്ലാം തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ്, കരുത്തുറ്റതാണ് ഗോൾഡൻ ഹൊറൈസൺ ബങ്കർ ബസ്റ്റർ മിസൈൽ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ബ്രഹ്മോസിനേക്കാൾ ഇരട്ടി വേഗതയുള്ള, ബ്രഹ്മോസിനേക്കാൾ ഇരട്ടി കൃത്യതയുള്ള ഗോൾഡൻ ഹൊറൈസൺ മിസൈൽ ഇന്ത്യക്ക് കൈമാറിയ, ഇന്ത്യക്ക് ലഭിച്ചാൽ അത് ഇന്ത്യയുടെ വ്യോമ സംവിധാനത്തിന് വളരെ കരുത്താകും. പാകിസ്ഥാനെ നിഷ്പ്രയാസം നിമിഷ നേരം കൊണ്ട് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇന്ത്യക്ക് തകർക്കാനാകും. ഇതിനൊപ്പം തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം ശക്തമാക്കാൻ ഇസ്രായേലിന്റെ ലേസർ ബീം എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്ക് കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും ആധുനികമായി ഇസ്രായേൽ കണ്ടുപിടിച്ചതാണ് ലേസർ ബീം എയർ ഡിഫൻസ് സിസ്റ്റം. ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്ന് മാറി ലേസർ രശ്മികൾ കൊണ്ട് എതിരാളികളുടെ മിസൈലുകളെ തകർക്കാൻ, വ്യോമ പരിധിക്ക് പുറത്തു വെച്ച് തകർക്കാൻ കഴിവുള്ളതാണ് ലേസർ ബീം എയർ ഡിഫൻസ് സിസ്റ്റം. ആ ലേസർ ബീം എയർ ഡിഫൻസ് സിസ്റ്റവും ഇന്ത്യക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. അങ്ങനെ ഇന്ത്യയുടെ ആയുധ കലവറകളിലേക്ക് ആയുധം നിറയ്ക്കുകയാണ്. പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യയുടെ ആയുധ കരുത്തിനെ ഇരട്ടിയാക്കുകയാണ് ഇസ്രായേൽ. ഇതാണ് സൗഹൃദ രാജ്യം, ഇതാണ് ഇന്ത്യയുമായുള്ള ഇസ്രായേലിന്റെ സൗഹൃദം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നെതന്യാഹുവും തമ്മിൽ ഒപ്പിടുന്ന പുതിയ ആയുധ കരാറുകൾ.